പവിത്ര സീരിയലിന്റെ 16ാമത്തെ എപ്പിസോഡാണ്. വേദയെ അമ്മ പുസ്തകങ്ങളുടെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറയും, തരുണിന്റെ അച്ഛന്റെ സമ്പാദ്യ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് തരുണാണ്. സിവിൽ സർവീസിന് പോകാൻ തീരുമാനിച്ചത് മുതൽ ഈ മുറിയായിരുന്നു അവന്റെ ലോകം. ഈ പുസ്തകങ്ങളായിരുന്നു അവന്റെ കൂട്ടുകാർ. ഈ മുറിയിൽ അവന്റെ കമ്പ്യൂട്ടർ ഉണ്ട്, വൈഫൈ കണക്ഷൻ ഉണ്ട്. വേദ ആ ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ മറിച്ചു നോക്കുന്നുണ്ട്. സേതുവമ്മ പറയും, ലോകത്തിലുള്ള ഏതറിവും നിന്റെ വിരൽ തുമ്പിൽ കിട്ടും, മനസ്സുകൊണ്ട് നീ തയ്യാറെടുത്താൽ മാത്രം മതി. വേദ ഒന്ന് ഞെട്ടും. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നീ LLB കഴിഞ്ഞവളാണെന്ന് എനിക്കറിയാം. ഏതെങ്കിലും വക്കീലിന്റെ ജൂനിയറായി പ്രാക്ടീസ് തുടങ്ങിയോണ്ട് മാത്രം നിനക്ക് നിന്റെ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കഴിയില്ലെന്നല്ല, അതിന് സമയവും കാലവും എടുക്കും. ഏറ്റവും കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്ന അന്തസ്സും ശമ്പളവും അഭിമാനവുമുള്ള ഒരു ജോലി വേണം നിനക്ക്. അടുത്ത UPSC എക്സാം എഴുതണം. അല്ലമ്മ, അത് വേദ പറഞ്ഞു മുഴുവിപ്പിക്കുമ്പോഴേക്കും അമ്മ പറയും, നിനക്കതിന് സാധിക്കും, ജയിക്കാനും കഴിയും. അത് ജയിച്ച് കഴിയുന്ന ദിവസം മാത്രമേ തരുണല്ല സത്യങ്ങളും അറിയാൻ പാടുള്ളൂ. നിന്റെയും മോളുടെയും സുരക്ഷയ്ക്ക് അത് അത്യാവശ്യമാണ് മോളെ എന്ന് പറഞ്ഞൊരു ബുക്ക് എടുത്ത് വേദയ്ക്ക് കൊടുക്കുക. ബുക്ക് അതിങ്ങനെ വേദ നോക്കുക കേട്ടോ. ഇന്ത്യൻ പോളിസി. അങ്ങനെ ആ ബുക്കിനെ കുറിച്ചൊക്കെ വേദ ഇങ്ങനെ പഠിച്ചു തുടങ്ങാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് ജയിലിലാട്ടോ. അവിടെ വിക്രം ഉണ്ട്. സാർ എന്ന് വിളിച്ചു വരും. സാർ എന്നോട് പറഞ്ഞില്ലേ ജയിലിലെ ജീവിതം ഒരു ട്രെയിനിങ് സെക്ഷനായിട്ട് കാണണം? ഞാൻ അതിന് തീരുമാനിച്ചു. ഇടയ്ക്ക് മുടങ്ങിപ്പോയ പഠനം വീണ്ടും തുടരണം സാർ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അച്ഛന്റെ മുന്നിൽ കാണിക്കാൻ എനിക്കൊരു നേട്ടത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അച്ഛന്റെ ഏക സ്വപ്നവും അതായിരുന്നു. എന്തെങ്കിലും നേടിക്കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല സാർ. അത് കേൾക്കുമ്പോൾ അവരും ഞെട്ടുട്ടോ. താൻ സീരിയസ് ആയിട്ടാണോ? അതെ സാർ. ഇവിടുന്ന് ഇറങ്ങി അച്ഛനെയും വേദയും കാണുമ്പോൾ ഒരു പുതിയ ജീവിതത്തിനുള്ള അടിത്തറ മേഞ്ഞിട്ടാണ് ഇറങ്ങിയതെന്ന് അവർക്ക് തോന്നണം. അപ്പൊ പോലീസ് പറയും, ജയിലിലെ നല്ലൊരു ലൈബ്രറി ഉണ്ട്, നാളെ മുതൽ തനിക്ക് അതിന്റെ ചാർജ് തരാം. പഠിക്കാൻ ഏറ്റവും നല്ല അന്തരീക്ഷം പുസ്തകങ്ങൾക്കൊപ്പം അല്ലേ? പഠിക്കാനുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ എത്തിച്ചു തരാം. തുടങ്ങിക്കോ. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കിത്തരാം. താങ്ക് യു സർ എന്ന് വിക്രം സന്തോഷത്തിൽ പറയും. സാറ് പറയും, ഒരാളുടെ വിജയം അയാളുടെ തീരുമാനമാണ്. ഇപ്പോഴാണ് നിന്റെ ഡിസിഷൻ കറക്റ്റ് ആയത്. കൺഗ്രാറ്റുലേഷൻസ്. ഇത് കേൾക്കുമ്പോൾ വിക്രമിന് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് വേദയും നല്ല പഠനത്തിലാട്ടോ. ജയിലിലാണെങ്കിലും അവിടെ ഇരുന്ന് വിക്രമും നന്നായി പഠിക്കുന്നുണ്ട്. സേതുവമ്മയാണ് വേദയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പഠിക്കുന്ന സമയത്ത് വേണ്ട ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞ് അറിയുന്ന കേൾക്കുമ്പോൾ വേഗം ഓടി ചെന്ന് തരുണിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ച് പാല് കൊടുക്കുമ്പോൾ തരുൺ ഇങ്ങനെ പുറത്ത് കാവലിരിക്കാട്ടോ. അങ്ങനെ വേദയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലൊരുക്കി കൊടുക്കുന്നുണ്ട്. വിക്രമിന് വേണ്ടതെല്ലാം അവിടെ ജയിലിലും. അങ്ങനെ എക്സാമിന്റെ ആ ദിവസം വന്ന് വേദ അടിപൊളിയായിട്ട് എക്സാം എഴുതി വരികയാണ്. അപ്പോഴേക്കും മോളൊക്കെ വലുതായിട്ടോ. അങ്ങനെ കുറെ ദിവസം കഴിയുമ്പോൾ റിസൾട്ടും വരും കേട്ടോ. തരുണ് സന്തോഷത്തിൽ റിസൾട്ടുമായിട്ട് വന്ന് ഐപാഡിലെല്ലാം കണക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. വേദയ്ക്ക് ഭയങ്കര സന്തോഷമാകും. ഈ സമയം കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് കൈക്ക് ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശങ്കരനെ ഇങ്ങനെ വീട്ടിലെന്തോ ചെയ്യുമ്പോൾ ഒരു കോള് വരാട്ടാ. ഹലോ. ആദ്യം ശബ്ദമൊന്നുമില്ല. പിന്നെയാണ്, അച്ഛാ വേദയെ വിളിച്ചത്. അച്ഛൻ ഞാനാണ്. മോളെ നീ എവിടെയാ? അച്ഛൻ എക്സൈറ്റഡ് ആവാതെ, എന്റെ കോള് വന്നു ആരും അറിയരുത്, അമ്മയോട് പോലും പറയരുത്. ശങ്കരൻ പറയും, എത്ര നാളായി മോളെ നിന്നെ അന്വേഷിക്കുന്നു, ആരോടും പറയാതെ എവിടെയാ നീ ഒളിച്ചിരിക്കുന്നത്? എന്ത് കാര്യത്തിന്? ഇനി നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. വേദ പറയും, എനിക്ക് അച്ഛനെ ഉടനെ കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശങ്കരൻ പറയും, നീ എവിടെയുള്ളത്? ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം. വേദ പറയും, ഞാനിപ്പോ മസൂരിയിലാണ്. മസൂരിയിലോ? വേദ പറയും, യെസ്, ഐ എം ഇൻ എ ട്രെയിനിങ് പീരീഡ്. ശങ്കരൻ ഞെട്ടും, ട്രെയിനിങ്? അതും മസൂരി? വേദ പറയും, അതെ, സിവിൽ സർവീസ് തന്നെ. വേദ, വാട്ട് എ ഗുഡ് ന്യൂസ്. വേദ പറയും, ആരും അറിയരുത്, ആരോടും പറയരുത്, ഉടനെ നേരില് കാണണം, ബാക്കി അപ്പ പറയാം, ഞാൻ വെക്കാണേ എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്യും. ശങ്കരനാണെങ്കിൽ ഈ കോള് വന്നത് വിശ്വസിക്കാനായിട്ടില്ല. ആരോടും പറയരുതെന്ന് പറഞ്ഞത് പ്രത്യേകം ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശങ്കരൻ ഉടൻ തന്നെ മസൂരിയിൽ എത്താട്ടോ. അങ്ങനെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് വേദയെ കാണും. ഏതൊരച്ഛനും അഭിമാനം തോന്നുന്ന നിമിഷമായി. മകള് സ്വന്തം നിലയിൽ പഠിച്ച് ഇങ്ങനൊരു പൊസിഷനിൽ എത്താൻ വേണ്ടി പഠിക്കുക. പക്ഷെ അതിൽ ആനന്ദിക്കാൻ എനിക്കാവുന്നില്ലല്ലോ മോൾ. ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ല. ഇത്രയും കാലം എന്നോട് പോലും പറയാതെ നീ മറഞ്ഞു നിന്നത് എന്തിനാണ്? വേദ പറയും, ഞാൻ പറയാതെ തന്നെ അച്ഛനറിയാലോ. ശങ്കരൻ ചോദിക്കും, എന്നിട്ട് ആ കുഞ്ഞെവിടെ? നീ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് ശ്രീകാന്ത് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. ശ്രീകാന്തും ദർശനും ഇപ്പൊ ഒറ്റ സംഘമാണ്. നിന്നെയും കുഞ്ഞിനെ ആക്രമിക്കുന്നുള്ള ഭയമാണ് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഇപ്പൊ ആ കുഞ്ഞെവിടെ? വേദ പറയും, പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ എന്തു പറഞ്ഞാലും അച്ഛൻ തൃപ്തിയാവില്ല. ഒരു 100 ചോദ്യങ്ങൾ അച്ഛൻ അതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയില് എല്ലാത്തിനും ഉത്തരം പറയാൻ എനിക്കാവില്ല. ശങ്കരൻ ചോദിക്കും, എന്ന് വെച്ചാ? ഒരിക്കൽ ഞാൻ വിശദാക്കാം, അച്ഛൻ ഇരിക്കും. അങ്ങനെ അവിടെ ഇരുന്ന് അവർ കോഫി കുടിക്കുകയാണ്. വേദയ്ക്കും വിക്രത്തിന്റെ കാര്യത്തില് അച്ഛൻ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ശങ്കരൻ പറയും, കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ അത്രയും സ്ട്രോങ് ആയ എന്തെങ്കിലും തെളിവ് വേണം. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ, പക്ഷേ അത് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വേദ പറയും, ശ്രീയേട്ടൻ ഇപ്പോഴും പിന്നാലെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി കുറച്ചു കാലത്തേക്ക് അത് ഒഴിവാക്കണം. അത് വിദഗ്ധമായി അച്ഛൻ അത് നിർവഹിക്കണം. ഞാൻ എന്ത് ചെയ്യണം? വേദ പറയും, പറയാം. അങ്ങനെ ശങ്കരന് പറയാൻ പറ്റാത്ത, അതായത് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം വേദ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിർബന്ധിക്കുമ്പോഴാണ് ശങ്കരൻ അതിന് തയ്യാറാവുന്നത്. അതെന്താണെന്ന് വ്യക്തമായി നമ്മളോട് പറയുന്നില്ല. അവർ മാത്രം രഹസ്യമായിട്ട് സംസാരിക്കുക.
തീക്കൊള്ളി കൊണ്ട് ചൊറിയും പോലെ ഇതൊരു തെറ്റായ നീക്കാവോ? വേദ പറയും ഒരിക്കലും ഇല്ല അച്ഛൻ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. പിന്നെ അച്ഛാ എനിക്കിപ്പോ സമയമില്ല, ക്ലാസ് ഉണ്ട്, കുറച്ചു കാലം കൂടെ കഴിഞ്ഞാല് ഫൗണ്ടേഷൻ ക്ലാസ് കഴിയും, പിന്നെ സ്റ്റേറ്റ് അലോട്ട്മെന്റും ഫീൽഡ് ട്രെയിനിങ്ങും ആണ്, പിന്നെ ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും. അത് കഴിഞ്ഞാൽ കുറച്ചു കാലം സെന്ററിലെ ഒരു തപസ് പോലെ ഈ കാലയളവിലൂടെ കടന്നു പോകാൻ തുടങ്ങുകയാണ് ഞാൻ. എനിക്ക് പിന്നാലെയുള്ള എല്ലാ അന്വേഷണങ്ങളും കുറച്ചു കാലത്തേക്ക് നിലയ്ക്കണം. അതിനച്ഛൻ ഞാൻ പറഞ്ഞത് ചെയ്യണം, എന്നാ വരട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ശങ്കരൻ പറയും, ഇത്ര ദൂരെ ഞാൻ വന്നിട്ടും ഞാൻ ചോദിച്ചത് നീ ഉത്തരം പറഞ്ഞില്ല. വേദ പറയും, തിരിച്ചു ചെല്ലുമ്പോ അച്ഛൻ വിക്രമിനെ കാണണം, ഈ ഭൂമിയിലെ ഏതോ മൂലയില് വേദ കാത്തിരിപ്പുണ്ടെന്ന് പറയണം, ഒരുപാട് സർപ്രൈസുകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും എന്നും പറയണം. നമ്മൾ തമ്മിൽ കണ്ട കാര്യം പക്ഷെ ആരും അറിയരുത്, ഞാൻ ഇനിയും അച്ഛനെ അങ്ങോട്ട് വിളിച്ചോളാം, വരട്ടെ എന്ന് പറഞ്ഞ് വേദ അവിടുന്ന് പോകും. ശങ്കരന് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്, പറഞ്ഞു തീർന്നിട്ടുമില്ല. അപ്പോഴേക്കും വേദ അവിടുന്ന് പോകും. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിന്റെ അടുത്തേക്ക് ശങ്കരനാരായണൻ വന്നിരിക്കണേ. എന്താ നീ കാണണമെന്ന് പറഞ്ഞത്? ശ്രീകാന്ത് പറയും, പിതാശ്രീ, അങ്ങയുടെ രാജകൊട്ടാരത്തിലേക്ക് ഈ പുത്രനെ കയറ്റാറില്ലല്ലോ, പ്രധാനപ്പെട്ട കാര്യം പറയാനായി വഴിയിലേക്ക് വിളിച്ചു വരുത്തേണ്ടി വന്നു, ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പരിഹാസ രീതിയിലാണ് സംസാരിക്കുന്നത്. പരിഹാസിക്കാൻ നിൽക്കാതെ കാര്യം പറയൂ. നിങ്ങളൊരു യാത്ര പോയി വന്നു എന്ന് അറിഞ്ഞു, അതൊരു വടക്കോട്ടുള്ള യാത്രയായിരുന്നു എന്ന് പറഞ്ഞു. മകളെ രഹസ്യമായിട്ട് കാണാൻ പോയതാണോ എന്നൊരു സംശയം തോന്നി, നേരിട്ട് വന്ന് അറിയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. അതിന് എന്റെ മകളുടെ പിന്നാലെ അലയുന്നത് ഞാനല്ലല്ലോ, നീയല്ലേ? എത്രയോ കാലങ്ങളായി നീ ചെയ്യുന്നു, ആ നീക്കങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ കരുതുന്നത്? എങ്ങനെ മനസ്സ് വരുന്നടാ, ഏതായാലും സ്വന്തം ചോരയല്ലേ. ശ്രീകാന്ത് ചിരിച്ചിട്ട് പറയും, അതുകൊണ്ടാണല്ലോ അവൾ ഇപ്പോഴും ഭൂമിയിൽ ജീവനോടുള്ളത്. അത് മനസ്സിലാക്കിയാൽ നല്ലത്. തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്. കോളേജിൽ നിന്ന് പാസ്സായ ഉടൻ തന്നെ മുത്തശ്ശന്റെ കമ്പനികൾ നോക്കി നടത്താൻ തുടങ്ങിയതാ ഞാൻ. നിങ്ങൾ ജഡ്ജ് ആയതുകൊണ്ട് ബിസിനസിന്റെ ഒരു തലവേദന ഏറ്റെടുത്തില്ല. എന്നെ സഹായിക്കാൻ അങ്കിള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവില് എല്ലാം വളർത്തി വലുതാക്കിയപ്പോ അയാളുടെ ഒടുക്കത്തൊരു ബില്ല്. അങ്ങനെ ഒരു ബില്ലിന്റെ കാര്യം തുടക്കത്തിലേ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ യൗവനം മുഴുവനും ഞാൻ ആ ബിസിനസിന്റെ കാര്യത്തിൽ മുടക്കുമായിരുന്നു. നോക്കി നടത്താനും വളർത്തി വലുതാക്കാനും ഞാൻ. എന്നിട്ടെന്താ, അവകാശം മുഴുവനും ഏതോ തെണ്ടിക്കും വേദയ്ക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞിനും. അങ്ങനെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ ഞാൻ അനുവദിക്കൂ അച്ഛാ? അങ്ങനെ ഒരു കുഞ്ഞ് ഇനി പിറക്കാൻ പോകുന്നില്ലെങ്കിലോ എന്ന് ശങ്കരൻ പറയുമ്പോ ശ്രീകാന്ത് ചിരിച്ചിട്ട് പറയും, അങ്ങനെ വരട്ടെ, അപ്പൊ അച്ഛൻ അവളെ കണ്ടെത്തിയല്ലേ? ശങ്കരൻ പറയും, ഇല്ല, കണ്ടെത്താൻ പരിശ്രമിച്ചോ, കഴിഞ്ഞില്ല. പക്ഷെ അങ്ങനെ ഒരു കുഞ്ഞിനെ അവൾ പ്രസവിച്ചിരുന്നെങ്കിലേ ആ കുഞ്ഞുമായി അവൾ ഇവിടെ എത്തുമായിരുന്നു, അതെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ശ്രീകാന്ത് പറയും, അങ്ങനെ ഒരു സാധ്യത ഇനി വേണ്ട, അത് നടക്കില്ല. ഡൽഹിയിലെ ഗർഭിണിയായ നിലയില് ഞാൻ അവളെ സ്പോട്ട് ചെയ്തിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് അവളോട് സാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. പക്ഷെ പേര് വേദന്നായിരുന്നില്ല. പേര് മനഃപൂർവ്വം അവൾ മാറ്റിയതായിരിക്കും. പക്ഷെ ആ കുട്ടിയെ പ്രസവിക്കുന്നത് വരെ എന്റെ ആൾക്കാർ കാവലുണ്ടായിരുന്നു. ആ കുഞ്ഞ് ജനനത്തിലേ മരിച്ചുപോയിന്ന് ഹോസ്പിറ്റലിന് തന്നെ അറിഞ്ഞു. ശങ്കരൻ ഇത് കേട്ട് എന്തോ ആലോചനയിൽ നിൽക്കുമ്പോ, എന്താ ആലോചിക്കുന്നത്? മകളുടെ കുഞ്ഞിനെ എങ്ങനെ ഇതെല്ലാം കൈമാറുന്നാണോ? ശങ്കരൻ പറയും, ശ്രീകാന്തേ, ജീവിതത്തിന്റെ അവസാന ലാമ്പിലാ ഞാൻ. സ്വത്തുക്കളും ബിസിനസ്സും കയ്യിലാക്കാൻ നോക്കിയ നിന്റെ ചന്ദ്രശേഖരൻ അമ്മാവന് എന്ത് സംഭവിച്ചു അവസാനം? ഒരു ബുള്ളറ്റിൽ അവസാനിച്ചില്ലേ? നാളെ എന്നെയും കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു ബുള്ളറ്റില്ലെന്ന് ആര് കണ്ടു? നീ ഒരു കാര്യം പറഞ്ഞത് ശരിയാ, ആ സ്ഥാപനങ്ങളെല്ലാം നീയും കൂടെ ചേർന്നാ വളർത്തി വലുതാക്കിയത്. അതിന് മുത്തശ്ശന്റെ ബില്ലിൽ നിനക്ക് അർഹമായ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. നിനക്കത് പോരായിരുന്നോ? നിന്റെ ആർത്തിയെ ചന്ദ്രശേഖരൻ കത്തിച്ചു. അയാള് പോയപ്പോ ഒരിക്കലും ഇങ്ങനെ ആവില്ലെന്ന് ഞാൻ കരുതിയ ദർശനും അതേ റോൾ ആവർത്തിക്കുന്നു. ശ്രീകാന്തേ, വേദ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇനി അവൾ എപ്പോഴാണ് എങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നതെന്നും അറിയില്ല. അതുകൊണ്ട് ആ ബിസിനസ് സ്ഥാപനങ്ങളെ കുറിച്ച് മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം ഞാൻ നടപ്പിലാക്കാൻ പോവാ. ബില്ല് പ്രകാരം അത് എന്റെ ഉത്തരവാദിത്വ. ശ്രീകാന്ത് ഒന്ന് ഞെട്ടുന്നുണ്ട്. മനസ്സിലായില്ല. ശങ്കരൻ പറയും, വേദയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവാതിരിക്കുകയും സ്ഥാപനങ്ങൾക്ക് അവകാശം ഇല്ലാതിരിക്കുകയും ചെയ്ത അവയുടെ നടത്തിപ്പ് അവകാശം ഒരു ടൈം പീരീഡിലെ കുടുംബം നിശ്ചയിക്കുന്ന ഒരാൾക്ക് അവകാശം കൈമാറാമെന്നും ആ ടൈം പീരീഡിന് ശേഷം അതേ ആൾക്ക് അവകാശം സ്ഥിരപ്പെടുത്തി കൊടുക്കണം എന്നുമാണ് ബില്ലിലെ ക്ലോസ്. ശ്രീകാന്ത് പറയും, അതെനിക്കറിയാം. ശങ്കരൻ പറയും, സ്ഥിരാവകാശത്തിന് മുന്നോടിയായി സ്ഥാപനങ്ങൾ ആ ഒരു ടൈം പീരീഡിലേക്ക് ഞാൻ നിനക്ക് എഴുതി തരാൻ പോവാ. അതിനുശേഷം അത് നിനക്ക് തന്നെ സ്ഥിരമായി വന്നു ചേരും. ശ്രീകാന്ത് പൊട്ടിച്ചിരിക്കും. എന്റെ പൊന്നു പിതാശ്രീ, ഈ പണി കുറച്ച് മുന്നേ ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഒഴിവാക്കായിരുന്നു. ആ തെണ്ടി വിക്രമിന്റെ കയ്യിൽ നിന്നും ഞാൻ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കിയതുപോലും ഇത് നടപ്പിലാക്കാൻ വേണ്ടിയാണിരുന്നോ? എങ്കിലും ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. അപ്പൊ ശങ്കരൻ പറയും, ദിവസവും തീയതിയൊക്കെ ഞാൻ അറിയിക്കാം, ഒപ്പിടാൻ വന്നാൽ മതി. ഓക്കെ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിലാ. വരട്ടെ എന്ന് പറഞ്ഞ് ശങ്കരൻ അവിടുന്ന് പോകും. എല്ലാം കിട്ടാൻ പോകുന്ന സന്തോഷത്തിലാണ് ശ്രീകാന്ത് നിൽക്കുന്നത്. അതിനുശേഷം പിന്നാലെ ശ്രീകാന്ത് നല്ല സന്തോഷത്തിൽ പോവാട്ടോ. പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ ഫോണില് അമ്മയോട്, സേതു അമ്മയോട് ഒക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മോള് ഈ സമയം സ്കൂളിൽ എന്തോ ഡേക്കറിലോ വിടുന്നുണ്ട്. അത് കഴിഞ്ഞൊരു ഡ്രൈവർ കൊണ്ടുവരുമ്പോൾ തരുൺ തന്നെ മോളെ എടുത്തോണ്ട് വരിക. അങ്ങനെ ദിവസങ്ങൾ കഴിയും. വേദയുടെ ആ കോളൊക്കെ ഇങ്ങനെ
തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതന്നെ ദിവസവും സംഭവിക്കുക കേട്ടോ. കുഞ്ഞിനെ തരുണാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നതും ഉറക്കുന്നതും ഒക്കെ സ്വന്തം മോളെ പോലെ. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ വേദ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരികെ വരിക കേട്ടോ. മോൾക്ക് ഗിഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഓടി വാ വാ എന്ന് പറഞ്ഞേ ആ കുഞ്ഞിനെ വിളിക്കുമ്പോൾ ഓടി വന്നേ വേദയുടെ അടുത്ത് നിൽക്കുമ്പോൾ വേദ കെട്ടിപ്പിടിക്കുക കേട്ടോ. എന്നിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കും. അപ്പോഴേക്ക് തരുണും അമ്മയും വരും. എന്താ നോക്കുന്നത് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിക്കുകയാണേ. ഹായ് വേദ എന്ന് പറഞ്ഞ് തരുൺ വരും. എന്നിട്ട് വാ അച്ഛൻ്റെ പൊന്നുമോൾ വാ നമുക്ക് അകത്ത് പോയി കളിക്കാട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകും. വേദയ്ക്കൊരു വിഷമമുണ്ട് കേട്ടോ. അമ്മ വന്ന് വേദേനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണേ. ഉമ്മറത്തിലേക്ക് കയറുമ്പോൾ തന്നെ വേദ പറയും ദാ പോസ്റ്റിംഗ് ഓർഡറാ തമിഴ്നാട്ടിലേക്ക് എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കുമ്പോൾ അത് സേതുമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും. അമ്മ വേദയെ കെട്ടിപ്പിടിക്കും കേട്ടോ. വേദയും പക്ഷെ അമ്മേ മോള് ഇവിടെ ഒറ്റയ്ക്ക്. അമ്മ പറയും ഒറ്റയ്ക്കോ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാം ശരിയാവും, അമ്മയില്ലേ ഇവിടെ. അങ്ങനെ പറഞ്ഞ വേദയെ അകത്തേക്ക് സ്വീകരിക്കുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അങ്ങനെ വേദ ഇപ്പോൾ സിവിൽ സർവീസ് ഒക്കെ കഴിഞ്ഞ് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്